ഈ വീട്ടിലേ ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു റാമ്പൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് താഴെയാണ് മെയിൻ ലിവിങ് സ്പേസസ് എല്ലാം. ഇങ്ങനെയുള്ളൊരു വീടിന് മെയിൻ എൻട്രിയുടെ ലെവലിൽ ഒരു ലിവിങ് സ്പേസും കിച്ചണും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോകുമായിരുന്നു. മെയിൻ ഡോർ വഴി കയറി കഴിഞ്ഞാൽ നേരെ ഒരു മതിലായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു കോറിഡോർ, ആ കോറിഡോർ നമ്മൾ താഴേക്ക് സ്റ്റെയർ ഇറങ്ങി പോകും. ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി ചെല്ലുമ്പോൾ തീരെ വെളിച്ചമില്ലാത്ത ഒരു മുറിയിലേക്കാണ് എത്തുക, ഒരു വലിയ ഹോള്. ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വരുന്ന എല്ലാവരും ഈ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ വീടിൻ്റെ ലിവിങ് സ്പേസിൽ എത്തുള്ളൂ. അത് കഴിഞ്ഞ് എത്തുമ്പോൾ തന്നെ ആകെ ഇരുട്ടുള്ള സ്ഥലമാണ്. അടുക്കളയും ഒരു ഇരുട്ട് നിറഞ്ഞ സ്ഥലമാണെങ്കിൽ പോലും ക്യാബിനറ്റ്സ് ഒക്കെ ഒരു ഇച്ചിരി പഴയതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഹൈറ്റ് ഡിഫറൻസ് നമ്മളൊരു അഡീഷണൽ ആയിട്ടൊരു സ്ലാബൊക്കെ കൊടുത്തിട്ട് ആ വോളൊക്കെ കട്ട് ചെയ്ത് അവിടെ നിന്ന് അതൊരു ഡ്രോയിങ് റൂമും ഇതൊരു ഡൈനിങ് ആൻഡ് ലിവിങ് റൂമും ഇവിടെ ഒരു ഓപ്പൺ കിച്ചണും ഒരു നല്ല വർക്ക് ഏരിയ എല്ലാമായിട്ട് ഒരു ലൈവ്ലി ആയ വീടായിട്ട് മാറ്റുകയാണ് നമ്മൾ. അതുകൂടാതെ അവിടെ ഒരു ബാൽക്കണി എല്ലാം വരുന്നുണ്ട്. അവിടെ നിന്ന് നല്ല ഗ്രീനറിയിലേക്കുള്ള വ്യൂസ് എല്ലാം ഉണ്ട്. ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിനെ ഡിഫറൻറ്റും ഇന്നൊവേറ്റീവും ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിലെല്ലായിടത്തും പിന്നെ തിരുപ്പതി, ബാംഗ്ലൂർ, മംഗലാപുരം എന്നീ സ്ഥലത്തും ഉണ്ട്.